രക്ഷാപ്രവർത്തനങ്ങൾ അവസാനിച്ചു. പുനരധിവാസ പ്രവർത്തനമാണ് യുദ്ധകാലാടിസ്ഥാനത്തിൽ ആരംഭിക്കേണ്ടത്. അതിൽ പ്രഥമ പരിഗണന എല്ലാം നഷ്ടപ്പെട്ടവർക്ക് താൽക്കാലികമായെങ്കിലും കിടപ്പാടമൊരുക്കുക, വീട് കണ്ടെത്തുക എന്നുള്ളതാണ്. ഇതിലാണ് സംസ്ഥാന സർക്കാർ ദയനീയമായി പരാജയപ്പെട്ടത്. സംസ്ഥാന സർക്കാർ ദുരിതബാധിതരോട് പറഞ്ഞത്, നിങ്ങൾക്ക് വേണമെങ്കിൽ വീട് കണ്ടുപിടിക്കാം, അല്ലെങ്കിൽ സർക്കാർ കണ്ടുപിടിച്ചു തരും. സർക്കാർ കണ്ടുപിടിച്ചു തരുന്നതിന് എല്ലാ സൗകര്യങ്ങളും ഉണ്ടാകും. നിങ്ങളാണ് കണ്ടുപിടിക്കുന്നതെങ്കിൽ വീട്ടുവാടക സംസ്ഥാന സർക്കാർ വഹിക്കും. പക്ഷെ ഇപ്പോഴും ഈ പ്രവർത്തനം പൂർത്തിയായിട്ടില്ല. നിരവധി കുടുംബങ്ങൾ ഇപ്പോഴും ക്യാമ്പിൽ തന്നെ കഴിയുകയാണ്. ഈ ദുരിതബാധിതർക്ക് വീട് കണ്ടെത്താൻ ഇതേവരെ സംസ്ഥാന സർക്കാരിന് കഴിഞ്ഞിട്ടില്ല. ചില കുടുംബങ്ങൾ അവരുടെ നേരിട്ടുള്ള ബന്ധങ്ങളുടെ അടിസ്ഥാനത്തിൽ വീട് കണ്ടെത്തുകയുണ്ടായി. പക്ഷെ എപ്പോഴാണ് സംസ്ഥാന സർക്കാർ പറയുന്നത്, പ്രതിമാസം 6000 രൂപ മാത്രമേ വാടക ഞങ്ങൾ തരാൻ പോകുന്നു. ഇന്നത്തെ അവസ്ഥയിൽ വയനാട്ടിൽ ബത്തേരിയിലോ കൽപ്പറ്റയിലോ മാനന്തവാടിയിലോ 6000 രൂപയ്ക്ക് വാടകയ്ക്ക് ഒരു വീട് കിട്ടാനില്ല. സാമാന്യന് വാസയോഗ്യമായിട്ടുള്ള ഒരു വീട് 6000 രൂപയ്ക്ക് ലഭിക്കില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ബഹുഭൂരിപക്ഷം ആളുകളും ക്യാമ്പിൽ തന്നെ കഴിയേണ്ടി വരുന്നു. മറ്റു ചില ആളുകൾ ബന്ധുവീട്ടുകളിൽ കഴിയേണ്ടി വരുന്നു. ഈ വാടകയുടെ അനിശ്ചിതത്വം കാരണം ഈ ദുരിതബാധിതർക്ക് വീണ്ടും വലിയ ദുരന്തം ഉണ്ടാവുകയാണ്. അവർക്ക് തികച്ചും ഒരു അനാഥത്വമാണ് അവർക്ക് ഉണ്ടാകുന്നത്. എവിടേക്ക് പോകണം എന്നുള്ള യാതൊരു തിരിച്ചറിവും അവർക്കില്ല. മാത്രമല്ല, ഈ 6000 രൂപയ്ക്ക് വാടകയ്ക്കൊരു വീട് കിട്ടിയാൽ വീട്ടുടമസ്ഥർ, കെട്ടിട ഉടമസ്ഥന്മാര് അഡ്വാൻസ് ചോദിക്കുന്നു. മാത്രമല്ല, ചില കുടുംബങ്ങൾ, എല്ലാം നഷ്ടപ്പെട്ട കുടുംബങ്ങൾ, അവരുടെ ബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ ചില വീടുകൾ വാടകയ്ക്ക് എടുത്തപ്പോൾ 10,000 രൂപ 11,000 രൂപയാണ് വാടക ഉടമസ്ഥന്മാർ വാങ്ങുന്നത്. 6000 കഴിഞ്ഞ് ബാക്കി 5,000 രൂപ പ്രതിമാസം, ഓരോ മാസവും ഈ ദുരിതബാധിതര് കൊടുക്കേണ്ടതായിട്ട് വരികയാണ്. ഇവർക്ക് എങ്ങനെ കൊടുക്കാൻ സാധിക്കുക? അപ്പൊ ഇതിന്റെ പശ്ചാത്തലത്തിൽ നോക്കുന്ന സമയത്ത് ഈ ദുരിതബാധിതർക്ക് എവിടെയും പോകാനില്ലാത്ത അവസ്ഥയാണ് ഇപ്പം വയനാട്ടിൽ സംഭവിച്ചത്. മാത്രമല്ല, രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം കൊടുത്ത പട്ടാളക്കാരും സന്നദ്ധ സംഘടനകളും അവിടെ നിന്ന് സ്വാഭാവികമായിട്ടും പിന്മാറി. ഈ രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ടവർ പിന്മാറുന്നതോടൊപ്പം തന്നെ സംസ്ഥാന സർക്കാർ നിശ്ചയിച്ച മന്ത്രിതല ഉപസമിതിയും പിന്മാറിയിരിക്കുകയാണ്. അവരിപ്പോൾ ആരും അവിടെയില്ല. തങ്ങളുടെ ദൗത്യമെല്ലാം നിർവഹിച്ചു എന്നുള്ളതാണ് ഈ മന്ത്രിസഭാ ഉപസമിതിയുടെ ഒരു ധാരണ. അപ്പൊ അവിടുത്തെ നാട്ടുകാർക്ക്, ദുരിതബാധിതരായ ആളുകൾക്ക് ആരോടാണ് പറയേണ്ടത് എന്നറിയില്ല. ഒരു തികച്ചും ഒരു അനാഥത്വമാണുള്ളത്. പിന്നെ മാത്രമല്ല, ഈ സംസ്ഥാന സർക്കാരിന്റെ ഉടമസ്ഥതയിലുള്ള വീടുകൾ കണ്ടെത്തി എന്ന് പറയുന്നു, ക്വാർട്ടേഴ്സ് കണ്ടെത്തി എന്ന് പറയുന്നു. അതിനാരോടാണ് പറയേണ്ടത്? ഇനി 6000 രൂപയ്ക്ക് വീട് കിട്ടുന്നില്ലെങ്കിൽ അതാരോട് പറയണം? മാത്രമല്ല, അഡ്വാൻസ് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അതാരോടാ പറയേണ്ടത്? ചോദിക്കാനും പറയാനും ആളില്ലാത്തൊരവസ്ഥയാണ് ഉണ്ടായത്. മാത്രമല്ല, ചില ആളുകൾക്ക് വീട് അനുവദിച്ചു. പക്ഷെ വീട്ടിൽ പോയിട്ട് നേരെ കയറി കിടക്കാൻ സാധിക്കുമോ? വീട്ടുപകരണങ്ങൾ ആവശ്യമല്ലേ? വീട്ടുപകരണങ്ങളില്ല. ഈ വീട്ടുപകരണങ്ങൾ വാങ്ങാൻ അവരുടെ കയ്യിൽ കാശില്ല. ഉടുതുണിക്ക് മറുതുണിയില്ലാത്ത ഈ ദുരിതബാധിതരോട് ഇത്രയും ക്രൂരമായ സമീപനമാണ് സംസ്ഥാന സർക്കാർ സ്വീകരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ സൂചിപ്പിച്ചത്, ഈ പുനരധിവാസത്തിന്റെ ആരംഭഘട്ടത്തിൽ തന്നെ ഗവൺമെന്റിന്റെ ഭാഗത്ത് ഗുരുതരമായ പാളിച്ചയാണ് സംഭവിച്ചിട്ടുള്ളത്. ഇനി മറ്റൊന്നുള്ളത്, ഈ സംസ്ഥാന സർക്കാരിന്റെ വാഗ്ദാനങ്ങൾ ഇപ്പൊ ജനങ്ങൾക്ക് വിശ്വാസമില്ല. അതായത് പുത്തുമലയിലെ എല്ലാം നഷ്ടപ്പെട്ട കുടുംബങ്ങൾക്ക് സംസ്ഥാന സർക്കാരാണ് ഈ
വീടുകൾ പണിയും എന്ന് പറഞ്ഞിരുന്നത് 2019 പ്രളയത്തില്. പക്ഷെ അവിടെ സന്നദ്ധ സംഘടനകളാണ് വീട് വെച്ചു കൊടുത്തത് എന്ന് പറയുന്നു. ഗവൺമെന്റ് ഒന്നും ചെയ്തില്ല. ഇപ്പോഴവർക്ക് ആ വീട് വാസയോഗ്യമല്ലാതെ തീർന്നിരിക്കുന്നു എന്നുള്ളത്. കവളപ്പാറയിൽ 4 കോളനികളാണ് ഉണ്ടായിരുന്നത്. 2019 പ്രളയകാലത്ത് വലിയ നാശം സംഭവിച്ചിട്ടുള്ള ഈ കവളപ്പാറയില് 4 ആദിവാസി കോളനികളാണ്. ആ 4 ആദിവാസി കോളനികളിൽ 3 ആദിവാസി കോളനികളിൽ വീട് നഷ്ടപ്പെട്ട ഒരു കുടുംബത്തിനും 5 വർഷം കഴിഞ്ഞിട്ടും സർക്കാർ ഒരു വീട് പോലും പണിതിട്ടില്ല. മാത്രമല്ല ഈ ആദിവാസി കോളനികൾ, അതായത് ഇരുട്ടുകുത്തിപ്പാലം, വാണിയപ്പുഴ, അതുപോലെ കുമ്പളപ്പാറ, രണ്ട് കല്ല്, ഈ 4 ആദിവാസി കോളനികളാണ് ഈ കവളപ്പാറയിലുള്ളത്. ഈ ആദിവാസി കോളനിയുള്ള ഈ മേഖലയെയും അതേപോലത്തെ നഗരത്തെയും ബന്ധിപ്പിക്കുന്ന ഒരു പാലം ഉണ്ടായിരുന്നു. ആ പാലം ഇരുട്ടുകുത്തിപ്പാലം എന്നാ പറയുന്നത്. ആ പാലമാണ് 2019 പ്രളയത്തിൽ ഒലിച്ചു പോയത്. പക്ഷെ 5 വർഷമായിട്ടും ആ പാലം പണിതിട്ടില്ല. അതുകൊണ്ട് ഇപ്പോഴും ഈ 4 ആദിവാസി കോളനിയിലെ 100 കണക്കിന് ആളുകൾ അവർ നഗരവുമായി ബന്ധപ്പെടുന്നത് ചങ്ങാടത്തിലാണ്. ഈ കഴിഞ്ഞ ദിവസം അവിടെ സംഭവിച്ചത് ചങ്ങാടത്തിൽ ഒരു പ്രസവം നടന്നു. ഒരു ഗർഭിണിയായ സ്ത്രീ ചങ്ങാടത്തിന് ആശുപത്രിയിലേക്ക് പോകുന്നു. പുഴയുടെ നടുമധ്യത്തിലാണ് പ്രസവം നടന്നത്. ഇതുവരെ 5 വർഷം കഴിഞ്ഞിട്ടും ഈ വാണിയപ്പുഴ കോളനിയിൽ 50 കുടുംബങ്ങളുണ്ട്. ഇപ്പോഴും ഷെഡിലാണ് താമസിക്കുന്നത്. വീട് നഷ്ടപ്പെട്ടവരാണ് 2019. അതേപോലെ തന്നെ കുമ്പളപ്പാറയിൽ 106 പേര് ആ കോളനിയിലുണ്ട്. ഒരാൾക്ക് പോലും വീടെടുത്ത് കൊടുത്തിട്ടില്ല. വെറും ഷീറ്റിലാണ് അവർ താമസിക്കുന്നത് ഇപ്പോഴും. അതുപോലെ തണ്ടക്കല്ല് കോളനിയിൽ അവിടെ 100ഓളം ആളുകളുണ്ട്, ആദിവാസികളുണ്ട്. ഇതുവരെ ഒരു വീടും പണിതിട്ടില്ല. ഇതാണ് 5 വർഷം മുമ്പ് നടന്നിട്ടുള്ള പ്രളയത്തിൽ ദുരിതം സംഭവിച്ചിട്ടുള്ള വീട് നഷ്ടപ്പെട്ടവരോടുള്ള സർക്കാരിന്റെ സമീപനം. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് ഈ വയനാട്ടിലെ ദുരന്ത മേഖലയിൽ എല്ലാം നഷ്ടപ്പെട്ടിട്ടുള്ള ആളുകൾ ഈ ഗവൺമെന്റിന്റെ വാഗ്ദാനങ്ങളെ നോക്കിക്കാണുന്നത്. അപ്പോൾ ഈ ആരംഭത്തിൽ തന്നെ ഈ രീതിയിലാണ് സർക്കാരിന്റെ സമീപനമെങ്കിൽ ഇനി അങ്ങോട്ടുള്ള ഇവരുടെ പുനരധിവാസ പ്രവർത്തനത്തിൽ എന്തായിരിക്കും സംഭവിക്കുക എന്നതിനെ സംബന്ധിച്ച് ഒരു അനിശ്ചിതത്വം അവിടെ നിലനിൽക്കുകയാണ്. മാത്രമല്ല, വാസസ്ഥാനം കണ്ടുപിടിക്കാൻ കഴിയാത്തത് കൊണ്ട് കുട്ടികളുടെ വിദ്യാഭ്യാസം മുടങ്ങിയിരിക്കും. കാരണം ക്യാമ്പിൽ താമസിക്കുന്നവർക്ക്, കുട്ടികൾക്ക് ഏത് സ്കൂളിലാണ് പോകാൻ പറ്റില്ല. ബന്ധുവീട്ടിൽ താമസിക്കുന്നവർ അത് താൽക്കാലികമാണ്. ആ ബന്ധുവീട്ടിൽ അത് ഈ പുതിയ വീട് നിർമ്മിച്ചു കൊടുക്കുന്നത് വരെ ബന്ധുവീട്ടിൽ താമസിക്കാൻ സാധ്യമല്ല. അപ്പൊ അവിടെ താമസിക്കുന്ന കുട്ടികൾക്കും സ്കൂളിൽ പോകാൻ കഴിയുന്നില്ല. അപ്പൊ മുഴുവൻ കുട്ടികളുടെയും വിദ്യാഭ്യാസം പൂർണ്ണമായിട്ടും നിലച്ചിരിക്കില്ല. എന്താണ് ഗവൺമെന്റ് ഇക്കാര്യം ചെയ്യാൻ പോകുന്നത് എന്നൊരു പറഞ്ഞിട്ടില്ല. എത്ര ദിവസങ്ങൾക്ക് ഏത് തീയതിക്കുള്ളിൽ എല്ലാവർക്കും വീട് കൊടുക്കും? അത് വാടക വീടായാലും ശരി, എന്ത് വീട്, സംസ്ഥാന സർക്കാരിന്റെ ക്വാർട്ടേഴ്സ് ആയാലും ശരി, ഏത് ദിവസങ്ങൾക്കുള്ളിൽ കൊടുക്കും? ഗവൺമെന്റ് പറയുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ സൂചിപ്പിച്ചത്, ആരംഭത്തിൽ തന്നെ പാളിപ്പോയിരിക്കുന്നു. അതുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടി ആവശ്യപ്പെടുന്നത് ഈ പുനരധിവാസം പൂർണ്ണമായും പൂർത്തിയാകുന്നത് വരെ ഈ മന്ത്രിതല ഉപസമിതിയിലെ ഒരു മന്ത്രി അവിടെ സ്ഥിരമായിട്ടുണ്ടാകും. അതേപോലെ തന്നെ ഉയർന്ന ഒരു IAS ഉദ്യോഗസ്ഥനെ ഈ പുനരധിവാസ പ്രവർത്തനം ഏകോപിപ്പിക്കാൻ അവിടെ പൂർണ്ണമായിട്ടും അവിടെ നിയോഗിക്കണം, നിശ്ചയിക്കണം. അപ്പൊ മന്ത്രിതല ഉപസമിതിയിലെ മന്ത്രിയും അതുപോലെ ഉയർന്ന ഉന്നത IAS ഉദ്യോഗസ്ഥരും അവിടെ ക്യാമ്പെടുത്ത് ഈ പുനരധിവാസ പ്രവർത്തനം പൂർണ്ണമായും പൂർത്തിയാകുന്നത് വരെ അവിടെ താമസിച്ച് ഇതിൽ നേതൃത്വം കൊടുക്കാൻ തയ്യാറാകണം എന്നാണ് ഭാരതീയ ജനതാ പാർട്ടി ആവശ്യപ്പെടുന്നത്. ഇനി ഞങ്ങൾക്ക് ഇവരെ പുനരധിവസിപ്പിക്കാൻ ഇപ്പൊ താൽക്കാലികമായിട്ടുള്ള വാസസ്ഥാനം കണ്ടെത്തുക, അത് ഞങ്ങൾ സാമ്പത്തിക ഞെരുക്കൊണ്ട് കഴിയുന്നില്ലെങ്കിൽ മുഖ്യമന്ത്രി പ്രഖ്യാപിക്കട്ടെ. ഇത്രയും ദിവസത്തെ രക്ഷാപ്രവർത്തനത്തിൽ കയ്യും മെയ്യും മറന്ന് സംസ്ഥാന സർക്കാരിനോടൊപ്പം കേന്ദ്ര സർക്കാർ ഉണ്ടായിരുന്നു, സന്നദ്ധ സംഘടനകൾ ഉണ്ടായിരുന്നു, രാഷ്ട്രീയ പാർട്ടികൾ ഉണ്ടായിരുന്നു. പക്ഷെ അവരോട് അങ്ങനെയാണ് ജനങ്ങളോട് പറയട്ടെ, ഞങ്ങൾക്കൊന്നും സാധിക്കുന്നില്ല, തുറന്നു പറയാൻ തയ്യാറാവട്ടെ.
എന്തിനാണ് അങ്ങനെയാണെങ്കിൽ ദുരിതാശ്വാസ ധാരാളം പൈസ മനുഷ്യസ്നേഹികള് അകമഴിഞ്ഞ് സഹായിക്കുന്നത് സ്വാഭാവികമാണ്. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അതിനെ അനുകൂലിച്ച് ദുരിതാശ്വാസ പ്രവർത്തനത്തിൽ അകമഴിഞ്ഞ സഹായം, സാമ്പത്തിക സഹായം, എല്ലാ സഹായം ചെയ്യാൻ എല്ലാ പാർട്ടികളും അക്കാര്യത്തിൽ യോജിപ്പാണ്. പക്ഷെ ഇക്കാര്യത്തിൽ ഗവൺമെന്റിന്റെ ഭാഗത്ത് ഒരു ആസൂത്രണമില്ല, ആത്മാർത്ഥതയില്ല, അലംഭാവമാണുള്ളത്. അതുകൊണ്ടാണ് ഭാരതീയ ജനതാ പാർട്ടി ഈ കാര്യം ആവശ്യപ്പെടുന്നത്. ഇതൊരു ഗുരുതരമായ പ്രശ്നമാണ് അവിടെ ഉണ്ടാകാൻ വേണ്ടി പോകുന്നത്. അതുകൊണ്ട് ഇക്കാര്യത്തിൽ ലാഘവത്തോടു കൂടിയാണ് ഗവൺമെന്റ് കാണുന്നത്. ഇത് ഗൗരവത്തോടു കൂടി കാണാൻ തയ്യാറാകണം എന്ന് BJP ആവശ്യപ്പെടുകയാണ്. ഇതോടൊപ്പം തന്നെ വയനാട്ടിൽ മാത്രമല്ല, കോഴിക്കോട് ജില്ലയിലെ വെല്ലങ്ങാട് ആദിവാസി മേഖലയായിട്ടുള്ള കുറ്റല്ലൂർ മലയിൽ വലിയ നഷ്ടമാണ് സംഭവിച്ചത്. വെല്ലങ്ങാട് ഒരാളെ മരിച്ചിട്ടുള്ളൂവെങ്കിൽ എന്റെ മാധ്യമ സുഹൃത്തുക്കളൊക്കെ അവിടെ പോയതാണ്, നിങ്ങളൊക്കെ അവിടെ പോയതാണ്. അവിടെ ഒരാളുടെ മരണം മാത്രമേ സംഭവിച്ചിട്ടുള്ളൂ എങ്കിലും അവിടെ ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടങ്ങളാണ് ഉണ്ടായത്. വീട് നഷ്ടപ്പെട്ടിട്ടുണ്ട്, കൃഷി നഷ്ടപ്പെട്ടിട്ടുണ്ട്, എല്ലാം നഷ്ടപ്പെട്ട നിരവധി ആളുകളുണ്ട്. പക്ഷെ ഇതേവരെ അവിടെ ഒരു ധനസഹായവും ഒരു സഹായവും അവിടെ എത്തിയിട്ടില്ല. ആദിവാസികൾ താമസിക്കുന്ന സ്ഥലമാണ് കുറ്റല്ലൂർ മല. കുറിച്ച സമുദായത്തിൽപ്പെട്ടവരാണ് അവർ ഭൂരിപക്ഷം ആളുകളും. അവരുടെ വീടുകളാണ് അവിടെ നഷ്ടപ്പെട്ടിട്ടുള്ളത്. പക്ഷേ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ ആരംഭത്തിൽ പോയി എന്നല്ലാതെ ഇപ്പോഴും പൂർണ്ണമായും അവിടെയുള്ള സന്ദർശനം എല്ലാം നിലച്ചിരിക്കുകയാണ്. അതുകൊണ്ട് വയനാട്ടിലെ പുനരധിവാസ പ്രവർത്തനം നടക്കുന്നതോടൊപ്പം കോഴിക്കോട് ജില്ലയിലെ വിലങ്ങാട്ടും കുറ്റല്ലൂർ മലയിലും അടിയന്തരമായിട്ടും പുനരധിവാസ പ്രവർത്തനത്തിൽ സംസ്ഥാന സർക്കാർ നേതൃത്വം കൊടുക്കണം. അവർക്ക് എന്താണോ നഷ്ടം സംഭവിച്ചത് അത് പൂർണ്ണമായും പരിഹരിക്കാൻ ഗവൺമെന്റ് തയ്യാറാകേണ്ടതായിട്ടുണ്ട്. ഇതാണ് ഇക്കാര്യത്തിൽ സൂചിപ്പിക്കേണ്ടത്. മറ്റൊന്ന്, ഈ ഹേമ കമ്മീഷൻ റിപ്പോർട്ടിനെ സംബന്ധിച്ച് BJPയുടെ അഭിപ്രായം ഇതില് മുഖ്യമന്ത്രി ഒന്നാം പ്രതിയാക്കിക്കൊണ്ട് കേസ് രജിസ്റ്റർ ചെയ്യണം. മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് ആഭ്യന്തര വകുപ്പ് കൈയാളുന്ന മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഗുരുതരമായിട്ടുള്ള നിയമവിരുദ്ധ പ്രവർത്തനമാണ് ഉണ്ടായിട്ടുള്ളത്. ഇപ്പൊ നമ്മുടെ നമ്മുടെ കേരളത്തിന്റെ സാംസ്കാരിക മുഖമായ സിനിമാ രംഗത്തുണ്ടായ അപജയത്തിന്റെയും ജീർണതയുടെയും ഒരു രൂപമാണ് ഈ ജസ്റ്റിസ് ഹേമ കമ്മീഷൻ റിപ്പോർട്ടിൽ പ്രതിപാദിച്ചിട്ടുള്ളത്. നമുക്ക് മനസ്സിലാക്കുന്നത് അവിടെ സംഭവിച്ച കാര്യങ്ങൾ റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത് തികച്ചും നിയമവിരുദ്ധ പ്രവർത്തനം നടന്നിരിക്കുന്നു. ക്രിമിനൽ കുറ്റമാണ് അവിടെ നടന്നിട്ടുള്ളത്. പക്ഷെ ഇങ്ങനെ ക്രിമിനൽ നടപടി കുറ്റങ്ങൾ നടന്നിരിക്കുന്നു, നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ നടന്നിരിക്കുന്നു. ഇതിനെ സംബന്ധിച്ചുള്ള വിശദമായിട്ടുള്ള റിപ്പോർട്ടാണ് ഒരു ഉത്തരവാദപ്പെട്ട കമ്മീഷൻ ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ള മുഖ്യമന്ത്രിക്ക് സമർപ്പിക്കുന്നത്. പക്ഷെ ഇത്രയും വർഷങ്ങളായിട്ടും ഈ റിപ്പോർട്ട് സമർപ്പിച്ച് ഇത്രയും വർഷങ്ങളായിട്ടും എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രി നടപടി എടുക്കാതെ പോയത്? നടപടി എടുക്കാതിരുന്ന മുഖ്യമന്ത്രിയുടെ നിലപാട് നിയമവിരുദ്ധമായ ക്രിമിനൽ കുറ്റമാണ്. ഈ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ലൈംഗിക പീഡനത്തിന് വിധേയരായിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ലൈംഗിക പീഡനത്തിന് വിധേയരായവരുടെ പേരുകളൊന്നും പ്രഖ്യാപിക്കേണ്ട, പുറത്തറിയിക്കുകയും വേണ്ട. പക്ഷെ അവരുടെ പ്രായം 18 വയസ്സിൽ താഴെ പ്രായമുള്ളവർക്ക് പീഡനം ഏറ്റിട്ടുണ്ടോ എങ്കിൽ പോക്സോ വകുപ്പ് അനുസരിച്ച് ഗവൺമെന്റ് കേസെടുക്കേണ്ടതാണ്. പക്ഷെ ഈ വിവരം മുഖ്യമന്ത്രി അറിഞ്ഞിട്ടും എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രി ഈ നിയമപാലകരെ ഇക്കാര്യം അറിയിക്കാതിരുന്നത്? ഇപ്പൊ മുഖ്യമന്ത്രി പറയുന്നത് ആരും പരാതിക്കാരില്ലാത്തത് കൊണ്ടാണ് നടപടിയെടുക്കാതിരുന്നത് എന്നാണ്. പക്ഷേ പോക്സോ വകുപ്പ് പ്രകാരം പരാതിക്കാർ വേണ്ട ആവശ്യമില്ല, സുഖമാത്ര കേസെടുക്കാം. ഇത് അറിഞ്ഞിട്ടും ബന്ധപ്പെട്ടവരെ നിയമപാലകരെ അറിയിച്ചിട്ടില്ലെങ്കിൽ ഇന്ത്യൻ ശിക്ഷാ നിയമം അനുസരിച്ച് കുറ്റക്കാരാണ്. അങ്ങനെയാണെങ്കിൽ മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഗുരുതരമായിട്ടുള്ള നിയമ ലംഘനം ഉണ്ടായിട്ടുണ്ട്. മുഖ്യമന്ത്രി നടത്തിയത് ക്രിമിനൽ കുറ്റമാണ്. അതുകൊണ്ട് മുഖ്യമന്ത്രിയുടെ പേരിൽ ഒന്നാം പ്രതിയായി മുഖ്യമന്ത്രിയെ ചേർത്തുകൊണ്ട് ഈ കേസ് അന്വേഷിക്കണമെന്ന് ഭാരതീയ ജനതാ പാർട്ടി ആവശ്യപ്പെടുന്നു. സിനിമാ രംഗത്ത് എല്ലാവരും മോശക്കാരാണെന്ന അഭിപ്രായം ആർക്കുമില്ല. പക്ഷേ ഈ കുറ്റം ചെയ്തവരെ സംരക്ഷിക്കാൻ ശ്രമിക്കുകയും അവരെ നിയമത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്യുന്ന മുഖ്യമന്ത്രിയുടെ നിലപാടിലൂടെ എന്താ സംഭവിക്കുന്നത്? ബഹുഭൂരിപക്ഷം വരുന്ന നല്ലവരായിട്ടുള്ള ആളുകളും സംശയത്തിന് നിഴലിലാണ്.
ആണ് മുഖ്യമന്ത്രി കാണിച്ചിരിക്കുന്നത്, ഗവൺമെന്റ് കാണിച്ചിരിക്കുന്നത് ഗുരുതരമായിട്ടുള്ള കുറ്റകൃത്യമാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ പേരിൽ മുഖ്യമന്ത്രിയെ ഒന്നാം പ്രതിയാക്കിക്കൊണ്ട് കേസ് രജിസ്റ്റർ ചെയ്യണമെന്ന് ഭാരതീയ ജനതാ പാർട്ടി ആവശ്യപ്പെടുന്നു. അല്ല, ഇക്കാര്യത്തിൽ പ്രധാനമന്ത്രി നമ്മുടെ സംസ്ഥാനത്തിനും സംസ്ഥാന സർക്കാരിനും വ്യക്തമായ ഉറപ്പ് നൽകിയിട്ടുണ്ട്. ഇവിടത്തേക്ക് സംബന്ധിച്ച് സമഗ്രമായ സമ്പൂർണമായ റിപ്പോർട്ട് കേന്ദ്ര സർക്കാരിന് സമർപ്പിക്കുന്ന പക്ഷം കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നും എല്ലാവിധ സഹായങ്ങളും ഈ ദുരിതബാധിതർക്കുണ്ടാവും, കേരളത്തിലുണ്ടാവും. അക്കാര്യം യാതൊരു സംശയമില്ല. പക്ഷെ ഇതേവരെ ഒരു ഈ സംഭവത്തെ സംബന്ധിച്ച സമഗ്രമായ സമ്പൂർണമായ റിപ്പോർട്ട് കേന്ദ്ര സർക്കാർ സമർപ്പിച്ചിട്ടില്ല. പ്രധാനമന്ത്രിക്ക് നേരിട്ട് ബോധ്യപ്പെട്ട വിഷയമാണ് ഇക്കാര്യം. അപ്പോൾ കേന്ദ്രത്തിന്റെ ഭാഗത്ത് സഹായം പ്രതീക്ഷിക്കുന്നുണ്ട്. ഇപ്പം തുടക്കത്തിൽ തന്നെ ഗുരുതരമായ പാളിച്ച ഉണ്ടായി എന്ന കാര്യം BJP കേന്ദ്രത്തെ ധരിപ്പിക്കും, പ്രത്യേകിച്ച് സമഗ്രമായ റിപ്പോർട്ട് കൊടുക്കാത്ത പശ്ചാത്തലം സ്വാഭാവികമായിട്ടും ഉണ്ടാകും. പക്ഷെ ഞങ്ങളെ സംബന്ധിച്ച് ഇതിന് ഒരു ഇതിപ്പം രാഷ്ട്രീയമായ പകപോക്കലോ അല്ലെങ്കിൽ രാഷ്ട്രീയമായിട്ടുള്ള ഒരു പകപോക്കലൊന്നും ഈ വിഷയത്തിലില്ല. മറിച്ച് ഗവൺമെന്റിനെ കൂടെ തെറ്റ് തിരുത്തിക്കാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. കാരണം ഈ തുടക്കത്തിൽ തന്നെ ഇങ്ങനെ പാളിപ്പോയാൽ ഇനി ഭാവിയിൽ എന്താ സംഭവിക്കാൻ പോകുന്നത് എന്ന അടിസ്ഥാനത്തിൽ ആ മന്ത്രിസഭ ഈ ഉപസമിതി അവിടുന്ന് പൂർണ്ണമായിട്ടും മാറാൻ കാരണം എന്താ? അതുകൊണ്ട് അവിടുത്തെ ജില്ലയിലെ ഒരു മന്ത്രി ഏൽപ്പിക്കുക എന്നുള്ളതല്ല, മറിച്ച് നമ്മുടെ ഇതിന്റെ ഗൗരവാവസ്ഥ കണക്കിലെടുത്തുകൊണ്ട് ജില്ലക്ക് പുറത്തുള്ള ഈ മന്ത്രിസഭാ ഉപസമിതിയിലെ ഒരു മന്ത്രി, അത് എല്ലാ ദിവസവും ഒരു മന്ത്രിയാണെന്നില്ല, അതിൽ ആള് മാറി മാറി നിൽക്കട്ടെ. കാരണം ഇനിയുള്ളതാണല്ലോ പുനരധിവാസനെ ആരംഭിക്കാൻ പോകുന്നേ ഉള്ളൂ. അതിലാണല്ലോ ഗവൺമെന്റ് നിർണായകമായ പങ്ക് വഹിക്കാത്തത്. മാത്രമല്ല, ഇപ്പൊ എന്താ ചെയ്യുന്നത്? എന്ത് ചോദിച്ചാലും ഒരു കലക്ടറെ സമീപിക്കാനാണ് ഇപ്പൊ നിർദ്ദേശം. ഒരു കലക്ടറാണ് എല്ലാ സാധാരണ രീതിയിലുള്ള ഒരു ജില്ലയുടെ ഭരണം നിർവഹിക്കുന്ന കലക്ടർ. കാരണം ഈ ദുരിതബാധിത മേഖലയിലുള്ള പുനരധിവാസവും അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളും മാത്രമല്ല കലക്ടറുടെ പരിധിയിൽ വരുന്നത്. അദ്ദേഹത്തിന് ആ ജില്ലയുടെ ഭരണം അദ്ദേഹത്തിന്റെ കയ്യിലാണ്, അത് നിർവഹിക്കേണ്ടതായിട്ടുണ്ട്. ആ സമയത്താണ് അദ്ദേഹത്തിനടുത്ത് ഈ ചുമതലയിൽ കൂടി വരുന്നത്. അപ്പൊ അതുകൊണ്ട് എല്ലാം കലക്ടറോട് ചോദിക്കാൻ പറയുന്നതിന് പകരം അവിടുന്ന് ബന്ധപ്പെട്ട സീനിയറായ ഉന്നത ഉദ്യോഗസ്ഥൻ നിയോഗിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇത് മുഴുവൻ അദ്ദേഹത്തിന്റെ പരിധിയിൽ ഉൾപ്പെടും. ജനങ്ങൾക്ക് അദ്ദേഹത്തെ സമീപിക്കാൻ സാധിക്കും. ആ തരത്തിൽ ഒരു ക്രമീകരണവും ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ഇല്ല. ഇപ്പൊ ജനങ്ങൾക്ക് ചോദിക്കാൻ പറയുന്ന ആളില്ലാത്ത അവസ്ഥയാണ് വയനാടിനെ സംബന്ധിച്ചുള്ളത്. അല്ലല്ല, അതും ഇതും തമ്മിൽ ബന്ധമൊന്നുമില്ല. കേന്ദ്ര ഗവൺമെന്റിനെ സംബന്ധിച്ച് ഈ സംഭവം ഈ ദുരന്തത്തിന്റെ ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാവിധ സമഗ്രമായ റിപ്പോർട്ട് കേന്ദ്ര സർക്കാരിന് സമർപ്പിക്കുന്ന പക്ഷം കേന്ദ്ര ഗവൺമെന്റ് ഭാഗത്ത് എല്ലാ സഹായങ്ങളും ഉണ്ടാവും. എന്താണോ പ്രധാനമന്ത്രി വാഗ്ദാനം നൽകിയത് അത് പൂർണ്ണമായും പാലിക്കും, അക്കാര്യം സംശയമില്ല. ഇത് ഗവൺമെന്റ് ഈ സംസ്ഥാന സർക്കാരിന്റെ ഭാഗം തിരുത്തേണ്ടതായിട്ടുണ്ട്. കാരണം നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, ഇത് ഒരു നമ്മുടെ അനുഭവത്തിലുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കവളപ്പാറയില് ഈ ദുരന്തം നടന്നിട്ട് 5 വർഷം കഴിഞ്ഞ് ഒരാൾക്ക് പോലും വീട് കൊടുത്തിട്ടില്ല. ആ പാവങ്ങൾ ഇപ്പോൾ ഷെഡിലാണ് താമസിക്കുന്നത്. ആ പാലം നോക്ക് 5 വർഷമായിട്ടും ഒരു പാലം പുനർനിർമ്മിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇപ്പോഴും ഈ പാവങ്ങള്, ഈ പട്ടിണി പാവങ്ങള് ചങ്ങാടത്തിലാണ് യാത്ര ചെയ്യുന്നത്. അവർക്ക് ആശുപത്രിയിൽ പോകണമെങ്കിൽ, അവർക്ക് സർക്കാർ ഓഫീസുകളുമായി ബന്ധപ്പെടണമെന്നുണ്ടെങ്കിൽ, അവർ പുറം ലോകവുമായി ബന്ധപ്പെടണമെന്നുണ്ടെങ്കിൽ മറ്റ് യാതൊരു മാർഗവുമില്ല. എന്നിട്ടാണ് ഇവിടുത്തെ ഗവൺമെന്റ് ഇത്രയും മീൻപിളക്കുന്നത്.
എത്ര കോടികളാണ് ആ ദുരിതാശ്വാസ പ്രവർത്തനത്തിൽ ആ സമയത്ത് 2019 പ്രളയബാധിത കാലത്ത് ലഭിച്ചിട്ടുള്ളത്? ചെലവഴിക്കാൻ പണം ബാക്കിയുണ്ട്. 245 കോടി രൂപ അന്ന് ലഭിച്ച പണം ചെലവഴിക്കാൻ ബാക്കിയാണ്, ഗവൺമെന്റ് കയ്യിലുണ്ട്. എന്നിട്ടാണ് ഈ ആദിവാസികൾക്ക്, പാവപ്പെട്ടവർക്ക് ഒരു വീട് നിർമ്മിച്ചു കൊടുക്കാതിരുന്നത്. ഇതിനെക്കുറിച്ച് മുഖ്യമന്ത്രി മറുപടി നൽകേണ്ടത്. ഇതിനെക്കുറിച്ച് എന്തുകൊണ്ട് കൊടുത്തില്ല? എന്തുകൊണ്ട് പാലം നിർമ്മിച്ചില്ല? Okay.